ഖബർ സിയാറത്ത് ചെയ്യൽ ഇസ്ലാം ദീൻ സുന്നത്തായി നിർദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിതുദക്കിറക്കുമുൽ മൗത്ത്, മരണം ഓർക്കാൻ വേണ്ടി ഖബർ സന്ദർശിക്കുക എന്ന് ഈ സമുദായത്തിനെ പഠിപ്പിച്ചു. അതിലെ സമുദായത്തിലെ മുസ്ലിങ്ങളിലെ പുരുഷന്മാരെ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അവർക്ക് മാത്രമാണ് സുന്നത്ത്, സ്ത്രീകൾക്ക് സുന്നത്തില്ല. സ്ത്രീകളെ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സായിറാത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ലിതുദക്കിറുക്കുമുൽ മൗത്ത്, മരണം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സന്ദർശനത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി നിർദ്ദേശിക്കുന്നത്. ഖബർ സന്ദർശിക്കുക, മരണത്തെപ്പറ്റി ഓർക്കുക, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും നമ്മെ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. ഖബറിൽ കിടക്കുന്ന ആളുകളെ, ഖബറാളികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും നിങ്ങൾക്കുണ്ടാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും അടുത്ത് തന്നെ നിങ്ങളോടൊപ്പം വന്ന് ഈ ഖബറിൻ്റെ തൊട്ടടുത്ത് വന്ന് ഞങ്ങൾ കിടക്കേണ്ടവരാണ് എന്നുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മരണത്തെ ഓർക്കുവാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിക്കുന്നു. ഖബറാളികൾക്ക് വേണ്ടിയുള്ള ദുആയും നമ്മളോട് നിർദ്ദേശിക്കുന്നു. അതേസമയം ഖബറിൻ്റെ അടുക്കൽ വെച്ച് നമ്മൾ ഖുർആൻ ഓതുക, ഖബറാളികൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നതിന് പകരം ഖബറിൽ കിടക്കുന്ന ആളുകളോട് നമ്മൾ ആവലാദികളും വേവലാദികളും ചോദിക്കുക. അതുപോലെ തന്നെ ഖബറാളികളുടെ മുമ്പിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തതും അതേസമയം പഠിപ്പിച്ചതിൽ നിന്നും വിരുദ്ധവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ന് ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ, ഖബറിൽ പോയി ഖബറിനടുക്കൽ കിടന്ന് നിലവിളിക്കുന്ന സ്ത്രീകളെ, അതുപോലെ തന്നെ പുരുഷന്മാരെയും, ഖബറിൻ്റെ ചുറ്റും നിന്ന് സുജൂദ് ചെയ്യുന്നവരെയും, ഖബറിൽ അല്ലാഹുവിൻ്റെ റസൂൽ അനുവദിക്കാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരെയും നാം കാണുന്നുണ്ട്. അവിടെ നിന്നും നാം സൂക്ഷിക്കണം. നാം ആ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരാകണം. ഖബർ സിയാറത്ത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു ചാണിൽ കൂടുതൽ കെട്ടിപ്പുയർത്തിയ ഖബറുകളുടെ ഇനത്തിൽ പെടുകയില്ല. അങ്ങനത്തെ ഖബറുകൾ സന്ദർശിക്കുവാനും പാടില്ല എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു തആല സഹായിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.